വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നോൺ ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഓക്കെ, ഇത് ഈ വീഡിയോ കൈകളിലേക്ക് എത്തുന്നവർ തീർച്ചയായിട്ടും ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ EMRSന്റെ എക്സാംസ് ടീച്ചിങ് ആയിക്കോട്ടെ നോൺ ടീച്ചിങ് ആയിക്കോട്ടെ അതിന്റെ ഒരു സ്ട്രാറ്റജി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു. ഒന്ന് രണ്ട് ക്ലാസ്സുകൾ സെപ്പറേറ്റ് ലൈവ് ചെയ്തിട്ടുണ്ട്. ലൈവ് സെഷനിൽ കിടക്കുന്നുണ്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റും ചാനലിൽ. അത് കൂടാതെ കുറെ പേർക്ക് സംശയമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ 30%, 40%, അല്ലെങ്കിൽ ജനറലിന് 40 മാർക്ക്, OBCക്ക് 30 മാർക്ക്, SCക്ക് 30 മാർക്ക്, STക്ക് 25 മാർക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ 40 മാർക്ക് മതിയോ ജയിക്കാൻ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളിലുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ദൂരീകരിച്ചു തരാം. അല്ലെങ്കിൽ നമ്മുടെ പഠനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. ഓക്കെ, അപ്പൊ ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവരിലേക്ക്, ഇനി അപ്ലൈ ചെയ്യാനുള്ളവരിലേക്ക് ഈ വീഡിയോ മാക്സിമം എത്തിക്കുക. അപ്പൊ നമ്മുടെ നോൺ ടീച്ചിങ്ങിന്റെയും ടീച്ചിങ് TG ടീം, PG ടീം, അതുപോലെ തന്നെ മിസ്സലേനിയസ് ആയിട്ടുള്ള മ്യൂസിക്കും PETയും ആർട്സും ക്രാഫ്റ്റ്സും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഉടനെ അപ്ലൈ ചെയ്യുക. നോൺ ടീച്ചിങ് ഹോസ്റ്റൽ വാർഡൻ ഫീമെയിൽ ആൻഡ് മെയിൽ, സ്റ്റാഫ് നഴ്സ്, ലാബ് അറ്റൻഡന്റ്, അതുപോലെ അക്കൗണ്ടന്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ധാരാളം വിളിച്ചിട്ടുണ്ട്. അതുപോലെ ലൈബ്രറിയൻ, ഈ കോഴ്സൊക്കെ ഇതൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ October 23 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ മാസം 23-ാം തീയതി, അതായത് ഇനി ഒരു 3 ദിവസം കൂടി, നിങ്ങൾ കൂടി 4 ദിവസമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുകയും പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്യുക. ആ പഠിക്കാൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കയറാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അപേക്ഷിക്കുന്നതിനെ കുറിച്ചോ അപ്ലൈ ചെയ്തതിനെ കുറിച്ചോ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, പലരും പഠിക്കുന്നത് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമല്ല, വേണ്ട. അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റുകൾ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചർ മാത്രം മതി. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഈ എക്സാം സ്ട്രാറ്റജി എന്നുള്ളത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്കോർ അതിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടയർ 2 കടക്കും. കാരണം ടയർ 1 അല്ലെങ്കിൽ പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിലിംസ് എക്സാംസ് അല്ലെങ്കിൽ ടയർ 1 എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം ആണ്. ക്വാളിഫയിങ് എക്സാം ആണ് ടയർ 1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടയർ 1 ടയർ 2 യാതൊരു ബന്ധവുമില്ല. ഒള്ളി ടയർ 2ന്റെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ടയർ 2 ആണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചാണ്, അപ്പം ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എത്ര മാർക്ക് വായിക്കണം, പ്രീവിയസ് കട്ട് ഓഫ് എന്തായിരുന്നു, അല്ലെങ്കിൽ പ്രീവിയസ് എക്സാംസ് എന്തായിരുന്നു, എന്തൊക്കെയാണ് നോൺ ടീച്ചിങ്ങിൽ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കാം, ഏത് രീതിയിൽ നമുക്ക് അക്യൂർ ചെയ്യാം, സിമ്പിൾ ആണോ ടഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യമേ പറഞ്ഞോട്ടെ, വളരെ സിമ്പിൾ ആണ്. എല്ലാ PSCയെക്കാളും മറ്റുള്ള എക്സാംസ് എഴുതിയേക്കാളും വളരെ സിമ്പിൾ ആണ്. അത് നോൺ ടീച്ചിങ് ആയി കഴിഞ്ഞാലും ടീച്ചിങ് ആയി കഴിഞ്ഞാലും 100 ഇരട്ടി എളുപ്പമാണ്. 100 ഇരട്ടി പോസ്റ്റുകളുണ്ട്, 100 ഇരട്ടി ചാൻസ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് പ്രശ്നമാണ്, ഹിന്ദി പ്രശ്നമാണ് എന്നൊന്നും കണക്കാക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്ന കേട്ടോ. അത് ജനറൽ ആയാലും OBC ആയാലും SC ആയാലും ST ആയാലും ഒറ്റ കൺസിഡറേഷനുള്ളൂ, ഫീമെയിൽ എന്നുള്ള കൺസിഡറേഷനുകൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾ TGT അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് CTET 2 ആവശ്യം വരുന്നത്. ബാക്കി PGT അപ്ലൈ ചെയ്യുന്നതിന് CTET ഒന്നും വേണ്ട. ജസ്റ്റ് PGT അപ്ലൈ ചെയ്യുന്നതിന് ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രം മതി. ഓടിപ്പോയി അപ്ലൈ ചെയ്യൂ, സമയമായി പോയി, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യൂ. ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി 1:10 എന്ന് പറയുന്ന റേഷ്യോ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണാം. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കുന്നത്. എന്താണ് ഈ 1:10 എന്ന് പറയുന്ന റേഷ്യോ? ഓക്കെ, for every 1 vacancies 10 candidates are shortlisted from tier 1 to tier 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സാം നടക്കുമ്പോൾ എക്സാമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:10 ആണ്. അനുപാതം എന്ന് പറയുന്നത് 1:10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റിന് ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ടയർ 2ലേക്ക് അതിനുവേണ്ടി 10 പേരെ എടുക്കും, 10 പേരെ ക്ഷണിക്കും. അത്രേ ഉള്ളൂ. എക്സാമ്പിൾ, ഇപ്പൊ PGT കൊമേഴ്സിന് 50 വേക്കൻസി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 50 × 10, അതായത് 500 പേരെ ടയർ 2ലേക്ക് ക്ഷണിക്കും. മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് 1:10 എന്ന് പറയുന്ന റേഷ്യോ. ഓക്കെ, അതായത് അത്രയും കുറവല്ല, കൂടുതൽ തന്നെയാണ്. 50 വേക്കൻസി ഉണ്ടെങ്കിൽ 500 പേരെ. ഓക്കെ, 10 ഇരട്ടി ആൾക്കാരെ ടയർ 2ലേക്ക് ക്ഷണിക്കും. അപ്പൊ 10 ഇരട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അത്രയും കട്ട് ഓഫ് കയറി വരും എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ടയർ 1 മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ക്വാളിഫൈങ് എക്സാം മാത്രമാണ്. യൂസ് ഓൺലി ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ്, ഡു നോട്ട് കൗണ്ട് ഇൻ ഫൈനൽ മെറിറ്റ്. അതായത് നിങ്ങളെ ജസ്റ്റ് ടയർ 2ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ് ടയർ 1 എന്ന് പറയുന്നത്. ഫൈനൽ മെറിറ്റ്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, ജോലി കിട്ടുന്ന റാങ്ക് ഇടുന്നത് നിങ്ങളുടെ ടയർ 2 പെർഫോമൻസ് മാത്രം വെച്ചുകൊണ്ടാണ്. ആ ടയർ 2 എന്ന് പറയുന്നത് അറിയാം, ജസ്റ്റ് ഓൺലി ഫോർ നിങ്ങളുടെ സബ്ജക്ട് മാത്രമാണ്. അത് നോൺ ടീച്ചിങ് ആയിക്കോട്ടെ ടീച്ചിങ് ആയിക്കോട്ടെ സബ്ജക്ട് മാത്രമാണ്. സബ്ജക്ട് സ്പെസിഫിക് ആണ്. അതിൽ എല്ലാവർക്കും നോൺ ടീച്ചിങ് ആയാലും ടീച്ചിങ് ആയാലും 55 ചോദ്യങ്ങളാണ്. അതിൽ 40 ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും 15 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ 40 ചോദ്യത്തിന് 40 മാർക്ക്,
ബാക്കി 15 ചോദ്യത്തിന് ഒരു ക്വസ്റ്റിന് 4 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 60 മാർക്ക്. അങ്ങനെ 40 + 60 = 100 മാർക്കാണ് ടയർ 2വിലെ മാർക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒൺലി യുവർ സബ്ജക്ട് ഏരിയ മാത്രം. ഓക്കെ, ഇതാണ് ഈ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ എപ്പോഴും ടയർ 1ൽ ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്നവർ മാത്രമേ ടയർ 2ലേക്ക് വരത്തുള്ളൂ. നിങ്ങൾ 30-40 എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം 1:10 ആണ് റേഷ്യോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യുക, പഠിക്കുക. ഇനി 23ലെ കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് കൂടുതൽ ഇതിൽ പറയാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23ൽ സിംഗിൾ ടയർ എക്സാം ആയിരുന്നു. ഒരു ടയർ ആയിരുന്നു എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഓരോ കാറ്റഗറിയിൽ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു കാറ്റഗറി മാത്രം നോക്കി ഞാൻ പറയാം. PGT ബയോളജിയുടെ അൺറിസർവ്ഡിന്റെ ജനറലിന്റെ കട്ട് ഓഫ് 71.75 ആയിരുന്നു. EWSന്റെ 60. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു, നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, കിട്ടുമോ കിട്ടൂലേ, ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നോക്കിയാണ് 60ഉം EWS, അതായത് ജനറലിന്റെ 71 കട്ട് ഓഫ് ആയപ്പോൾ EWSന് 60 മാത്രമേ ഉള്ളൂ കട്ട് ഓഫ്. 11 മാർക്കിന്റെ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. 11 മാർക്കിന്റെ ഡിഫറൻസ്, അത് 13 മാർക്കിന്റെ ഡിഫറൻസ് OBCയിലേക്ക് വന്നു. ഓക്കെ ഓക്കെ വീണ്ടും 15 മാർക്കിന്റെ ഡിഫറൻസ് SCയിലേക്ക് വന്നു. അതും കഴിഞ്ഞ് നോക്കും. അപ്പം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് റിസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരകമായ റിലവൻസ് ആണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് കീപ്പ് ചെയ്യുക. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരാണെങ്കിൽ അത് വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണ്ട. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് 96, 92, ഹോസ്റ്റൽ വാർഡൻ 101, ലാബ് അറ്റൻഡന്റ് 93, ലൈബ്രറി 76, PGT ബയോളജി 71, കെമിസ്ട്രി 88, കൊമേഴ്സ് 93, കമ്പ്യൂട്ടർ സയൻസ് 87, എക്കണോമിക്സ് 77, ഇംഗ്ലീഷ് 79, ജിയോഗ്രഫി 85, ഹിന്ദി 80, ഹിസ്റ്ററി 59, മാത്സ് 68. ഇങ്ങനെ പോകുന്നു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ജനറലിന്റെ. അതിൽ നിന്നും 10 മാർക്ക് താഴെയാണ് ബാക്കി എല്ലാ 10, 13, 15 വരെയുള്ള മാർക്ക് താഴെയാണ് ബാക്കിയുള്ള എല്ലാ റിസർവ്ഡ് കാറ്റഗറിയിലേക്കും പോകുന്നത്. EWS ആയാലും OBC ആയാലും SC ആയാലും ST ആയാലും OH ആയാലും BA ആയാലും HH ആയാലും അതർ ദിവ്യാംഗരായി കഴിഞ്ഞാലും. ഇത് 2023 സിംഗിൾ ടയർ ഒറ്റ എക്സാം ആയിരുന്നു. അതായത് ജനറൽ സെക്ഷനും സബ്ജക്ട് സെക്ഷനും ഒരുമിച്ച് നടത്തിയ 150 മാർക്കിന്റെ എക്സാമിന്റെ കട്ട് ഓഫ് ആണ് ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ. ഓക്കെ, ഇപ്പോഴതല്ലല്ലോ, ഇപ്പൊ 100 മാർക്കിനാണ് ടയർ 1, ടയർ 2 100 മാർക്കിനാണ്. അങ്ങനെ ടോട്ടൽ 200 മാർക്കാണ്. പക്ഷേ റാങ്ക് ലിസ്റ്റ് വരുന്നത് 100 മാർക്കിനല്ലേ, ടയർ 2 മാർക്ക് മാത്രമേ കൂട്ടത്തുള്ളൂ. അപ്പൊ 100 മാർക്കിനാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പൊ മാക്സിമം നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്കറിയാം എക്സാമിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിവിടെ അത് വിശദീകരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് EMRS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രിലിംസ് പ്ലസ് മെയിൻ എന്ന് പറഞ്ഞൊരു വീഡിയോ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ടയർ 1ഉം ടയർ 2 എങ്ങനെയാണ്, അത് TGTയിൽ എങ്ങനെയാണ്, PGTയിൽ എങ്ങനെയാണ്, നോൺ ടീച്ചിങ്ങിന്റെ ഓരോ പോസ്റ്റും സെപ്പറേറ്റ് വീഡിയോ കിടക്കുന്നുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിൽ നോക്കി പഠിച്ചാൽ മതി. എങ്ങനെയാണെന്ന് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, നിങ്ങളോട് എമർജൻസി ആയിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും നിസ്സാരമായിട്ട് നിങ്ങളുടെ HSC എഴുതുമ്പോഴോ HSSC എഴുതുമ്പോഴോ ഒക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നിങ്ങൾ HSC എഴുതിയാലും HSSC എഴുതിയാലും ടീച്ചർമാരുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനറൽ ഏരിയ, ഇപ്പൊ HSA നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ കേരള PSC HSA എഴുതാൻ പോകുമ്പോൾ ജനറൽ ഏരിയയിൽ 20 മാർക്കും HSST നിങ്ങൾ എഴുതുമ്പോൾ ജനറൽ ഏരിയയിൽ 30 മാർക്കുണ്ട്. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾ സബ്ജക്ട് എത്ര സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാലും ഈ 20ൽ 15+, 30ൽ 20+ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരാൾ മാത്രമേ PSCയുടെ 1 മുതൽ 10 വരെയുള്ള റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കത്തുള്ളൂ, ജോലി കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? കാരണം സബ്ജക്ട് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ ഒരേ ഗ്രേഡ് മാർക്കായിരിക്കും. ആ ഒരേ ഗ്രേഡ് മാർക്ക് കിട്ടുന്നവരിൽ ആരാണോ, ഏത് ടീച്ചറാണോ ജനറൽ ഏരിയ ഈ പറയുന്ന ലെവലിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന അവരായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. സെയിം കാറ്റഗറി തന്നെയാണ് ഇവിടെ വരുന്നത്. സെയിം സംഭവം തന്നെയാണ് വരുന്നത്. ഇവിടെ നോക്കിയോ, നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്ക്, ഡൊമൈൻ നോളജ് അതായത് എക്സ്പീരിയൻഷ്യൽ ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ പെഡഗോജി ആൻഡ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു കേസ് സ്റ്റഡിയില. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് അറിയാം. ഓക്കെ, അതുപോലെ NEP 2020 30, അതായത് 30, 20, 10 50, 10, 60, അതായത് മൊത്തം 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്നുണ്ട്. നിങ്ങളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഈ പെഡഗോജിയിൽ നിന്നും NEP ന്നും കൂടെ ചേർത്തിട്ട് 60 മാർക്ക്. ഇത് പക്കാ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നു, ടയർ 2ലേക്ക് വന്നു എന്ന് അനുമാനിക്കാം. ഓക്കെ, അതിന്റെ കൂടെ തൊട്ട് മുകളിൽ ICT കമ്പ്യൂട്ടർ ഉണ്ട് 15 മാർക്ക്. അപ്പൊ നമ്മൾ നോക്കിയേ നിങ്ങളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പെഡഗോജിയും NEPയും അതുപോലെ ICT കമ്പ്യൂട്ടർ കൂടെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ 60+15 75 മാർക്കായി നിങ്ങൾ സേഫ് സ്കോറിലെത്തി. ഇതാണ് നിങ്ങളുടെ സേഫ് സ്കോർ. ഇത്രയും പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. ഇത്രയും നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പക്കയാണ് ടയർ 2 നിങ്ങൾ പാസ്സായെന്ന അർത്ഥം. ബട്ട് ഒരിക്കലും നമുക്ക് ഇതിന് 75 കിട്ടും, ഇതിന് 60 കിട്ടും,
ഫുള്ള് കിട്ടും, എല്ലാം എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഒരു വലിയൊരു ഏരിയ മുകളിൽ കിടക്കുന്നുണ്ട്. ഫസ്റ്റിലെ 10 മാർക്കിന് ഈ 10 മാർക്ക് എന്നുള്ള ഭീകരമായ ഏരിയയാണ് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ ആർട്സ്, ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്, എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത്, അതിന്റെ പോർഷൻസ് എവിടെ നിന്നാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുള്ളതൊക്കെ നമ്മുടെ ആ ലൈവ് സെക്ഷനിൽ സ്ട്രാറ്റജി വീഡിയോയിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് കാണുക. ഇതെല്ലാം കൂടെ പഠിച്ചാണ് 10 മാർക്ക്. പക്ഷെ അവിടെ നമ്മൾ പഠിക്കണം. 10 മാർക്കല്ലേ ഉള്ളൂ. എനിക്ക് ജനറൽ അവയർസ് പഠിക്കാനേ വയ്യ, ഞാൻ അത് ലീവ് ചെയ്യാണ്, ഞാൻ എന്റെ സ്മാർട്ട് വർക്കിന്റെ ഫലമായിട്ട് ജനറൽ അവയർസ് ലീവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന ഈ 75 മാർക്ക് എന്നുള്ള ഈ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന മുകളിലുള്ള GK ആയിരിക്കും, കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അതും പഠിച്ചേ പറ്റുള്ളൂ, അതും പഠിക്കണം. പിന്നെ റീസണിങ് എബിലിറ്റി ആണ് സിമ്പിൾ ആയിട്ടുള്ള, അതിനെക്കുറിച്ച് താഴോട്ട് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ലാസ്റ്റ് ഇയറിലൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള PSC ലാസ്റ്റ് ഇയർ ചെയ്യുന്ന റീസണിങ് എബിലിറ്റി ആണ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 70+ സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു സിലബസിൽ. അത് നോൺ ടീച്ചിങ് ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ. നോൺ ടീച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്ത് മാത്സും കൂടെ വരും, അത്രേ ഉള്ളൂ. ഈ പെഡഗോജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒന്നും വരത്തില്ല, മാത്സും കൂടെ വരും. സുഖമായിട്ട് നിങ്ങൾക്ക് ആ സേഫ് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാം ആ പേപ്പർ നോക്കപ്പെടുന്നത് TGT ആണെങ്കിൽ 30-ൽ 12 മാർക്ക് സ്കോർ ചെയ്യണം. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി പ്ലസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു റീജിയൻ ലാംഗ്വേജ്, അത് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം, ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളോ ഏതുള്ള തിരഞ്ഞെടുക്കാം. അതെല്ലാം കൂടെ ചേർത്തിട്ട് 12 മാർക്ക് വാങ്ങിയാൽ മതി. PGT ആണെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ ഉള്ളൂ, രണ്ടിനും കൂടി 8 മാർക്ക്, അതായത് 40 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മുകളിൽ പറയുന്ന കാര്യം നോക്കുകയും ആ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് ടയർ 1 കടന്ന് ടയർ 2ലേക്ക് വരാൻ പറ്റുകയും ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ആ PGTയുടെ സേഫ് സ്കോറിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 100 മാർക്കാണ്. ഞാനിപ്പോ പറഞ്ഞു ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസ് 20 മാർക്കിൽ 8 മാർക്ക് വാങ്ങിക്കുക, 40% നമ്മൾ ക്വാളിഫൈഡ് ആവും. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ഇതിനെല്ലാത്തിനും 1/3 ആണ് നെഗറ്റീവ് മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 0.33 മാർക്ക് നഷ്ടപ്പെടും. അതായത് എന്ന് പറഞ്ഞാൽ 3 ചോദ്യം റോങ് ആയി കഴിഞ്ഞാൽ 1 മാർക്ക് നമ്മളെ നഷ്ടപ്പെടും. ഓക്കെ, 2023 റെഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 93.25 എന്നുള്ള ലെവലിലേക്ക് വന്നു. പക്ഷെ അതൊരു 150 മാർക്കിനുള്ള ഒറ്റ എക്സാംസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ കണക്ക് കൂട്ടേണ്ട. എന്നിരുന്നാൽ തന്നെയും ഞാൻ ഈ പറഞ്ഞ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് അൺറിസർവ്ഡിനെ സംബന്ധിച്ചുള്ള ഒരു 70 അടിക്കാനായിട്ട് നോക്കുക. OBC EWS സംബന്ധിച്ചുള്ള ഒരു 62-70 മാർക്കിലേക്ക് നിൽക്കുക. SC ST സംബന്ധിച്ചിടത്തോളം ഒരു 55-60 മാർക്കിലേക്ക് നിങ്ങൾ എത്തുക. ഇതാണ് ആക്ച്വലി ഒരു സേഫ് സ്കോർ ആയിട്ട് ഞാൻ അൺറിസർവ്ഡ് ആയിട്ടുള്ളത് 70-75, OBC EWS ഒരു 62-70, SC ST ഒരു 55-60 മാർക്കിലേക്ക് നിങ്ങൾ പിടിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 70 മാർക്ക് എങ്കിലും മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് 75 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം താഴ്ത്തി പറയാത്തത് നമ്മൾ 70+ സ്കോർ ചെയ്താൽ അല്ലെങ്കിൽ അത് സ്കോർ ചെയ്യാനുള്ള പഠനം പഠിച്ചാൽ മാത്രമേ നമുക്കൊരു 50 സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഞാൻ 50 കിട്ടാൻ വേണ്ടി പഠിക്കുമ്പോഴത്തേക്ക് 30-20 ആയിട്ട് മാറിപ്പോകും. അപ്പം സേഫ് സ്കോർ എന്ന് പറയുന്നത് PGTയെ സംബന്ധിച്ചുള്ള 70+ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ സാറല്ലേ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ പറയുന്നത് 40 മതി, 30 മതി, 25 മതി എന്നൊക്കെ. ശരിയാണ്. നമ്മുടെ നോർമൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾ 40 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ ടയർ 2ലേക്കുള്ള ഇതിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഒരു നോർമൽ എലിജിബിൾ ആയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ 1:10 എന്ന് പറയുന്ന റേഷ്യോടെ എടുക്കുമ്പോഴത്തേക്ക് 50 വേക്കൻസി ഉള്ളതെന്ന് വിചാരിച്ചോളുക. ഒരു പോസ്റ്റിൽ 50 വേക്കൻസി, 500 പേരെ എടുക്കണം. 500ാമത്തെ ആളിനെ എണ്ണുമ്പോൾ അയാളുടെ മാർക്ക് 70 നിൽക്കണമെങ്കിൽ കട്ട് ഓഫ് 70 പോകും. ഈ 40 മാർക്ക് വാങ്ങിച്ച 4000 പേര് കാണും. ഈ 4000-ൽ നിന്ന് എടുക്കേണ്ടത് ആകെ 50 പോസ്റ്റേ ഉള്ളൂ. അപ്പൊ 50 പോസ്റ്റ് ആകുമ്പോൾ 1:10 ആകുമ്പോൾ 500 പേരെ എടുത്താൽ മതി. 500ാമത്തെ ആളിനെ എടുക്കുമ്പോഴത്തേക്ക് മാർക്ക് അയാളുടെ 70 ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് 70 പോകും. ബാക്കി 40, 45, 50 ഒക്കെ വാങ്ങിച്ചവർ എല്ലാവരും എന്ത് ചെയ്യും? പുറത്താവും. അതാണ് അതിന്റെ ഒരു ഗുഡൻസ് എന്ന് പറയുന്നത്. കാരണം ഡിഫറന്റ് ഷിഫ്റ്റ് ആയിട്ട് നടന്ന എക്സാംസ് ആണ്, നോർമലൈസ് ചെയ്യും, ഇതിനൊക്കെ 1:10 റേഷ്യോ എടുക്കും, അപ്പോൾ മാർക്ക് കൂടാം. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സേഫസ്റ്റ് ലെവലിലേക്ക് എത്തിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾ സിലബസ് കണ്ടു, അതിനുള്ള ക്ലാസ് കറക്റ്റ് കാര്യമായിട്ട് കൃത്യമായിട്ട് തരും. നോട്ട്സും കാര്യങ്ങളും ക്ലാസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് സെഷൻസും മോക്ക് ടെസ്റ്റും എല്ലാം ഉണ്ടാവും. 2 മാസം ധാരാളമാണ് പഠിക്കാൻ. ടയർ 1 ടയർ 2 അതേപോലെ 2 മാസം കിട്ടും. സിമ്പിൾ ആണ്. ഓക്കെ 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 ഇനി അടുത്ത TGTയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലാംഗ്വേജ് പ്രൊഫഷൻസി, അതായത് ലാംഗ്വേജ് ടെസ്റ്റ് ക്വാളിഫൈ 30 മാർക്കാണ്. അതിൽ 12 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം, 40%. നെഗറ്റീവ് മാർക്ക് പറഞ്ഞതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ 2023 കട്ട് ഓഫ് റേറ്റ് ഇങ്ങനെയായിരുന്നു. ബട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കട്ട് ഓഫ് നിങ്ങൾ മാറ്റിയ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് 73-78 മാർക്കിലേക്കും, OBC EWS 68-75 മാർക്കിലേക്കും, SC ST കമ്മ്യൂണിറ്റി ഒരു 60-68 മാർക്കിലേക്കും നിങ്ങൾ വരണം. അതിന് വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതി ഹാളിന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നെഞ്ചു വിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. ഓക്കെ, ഞാൻ ടയർ 2ലേക്ക് പാസ്സായിട്ടുണ്ട്, ഞാൻ ഇന്ന് മുതൽ ടയർ 2 പഠിക്കാൻ പോകുന്നു, എനിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TGT പഠിക്കുന്നവർ, TGT അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഒരു 70+ സ്കോർ, 75+ സ്കോർ അച്ചീവ് ആയിട്ട് നോക്കണം. പറഞ്ഞ കാര്യങ്ങളെല്ലാം മുകളിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഷ്യോ 1:10 എന്ന് പറയുന്ന ഒരു റേഷ്യോ വരുന്നത് കൊണ്ട് നമുക്കൊന്നും അനുമാനിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റഡീസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ മാർക്കിന്റെ ഗ്രേഡ് തന്നെയാണ് എല്ലാ നോൺ ടീച്ചിങ്കാരും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. 70-75 എബോ മാർക്ക് നിങ്ങൾ എല്ലാ നോൺ ടീച്ചിങ് പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നവരും നേടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ടയർ 2ലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നത്.
ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഇതില് നമ്മൾ ജനറൽ അവയർനെസ്സിലേക്ക് നോക്കുമ്പോൾ NEP ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, സ്റ്റാറ്റിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്, എക്കണോമിക് സർവേ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ അസർഷൻ, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പൊളിറ്റിക്കൽ സയൻസും കോൺസ്റ്റിറ്റ്യൂഷനും, ബഡ്ജറ്റ് റിലേറ്റഡ് ടോപ്പിക്സുകൾ, കറണ്ട് അഫയേഴ്സ്, സ്പോർട്സ്, മെഡൽസ്, അവാർഡ്സ്, അഗ്രികൾച്ചർ, കൾട്ടിവേഷൻ പ്രാക്ടീസസ്, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ബയോളജി ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻസ്, റീസെന്റ് ഫേമസ് സ്കീംസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത്. ഈ ലെവലിലാണ് നമ്മൾ ജനറൽ ടോപ്പിക്സ് 10 മാർക്കിന് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ക്ലാസ് പോകുന്നത്. അത് പക്കയായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുകയും ചെയ്യും. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഷുവർ ആയിട്ട് 10 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. നഷ്ടപ്പെടുന്നെങ്കിൽ 1-2 മാർക്ക് നഷ്ടപ്പെട്ടു. എവിടെ നിന്നാണ്? CA എന്ന്. CA ചിലപ്പം നമ്മളെ പറ്റിക്കാനായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള എല്ലാം നമുക്ക് കിട്ടും അവിടെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ജനറൽ അവയർനെസിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീസണിംഗ് ടൈപ്പ് എന്ന് വെച്ചാൽ 15 മാർക്ക് നമുക്കറിയാം. പസിൽസ്, അതുപോലെ ഡാറ്റ സഫിഷ്യൻസി, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് വെർബൽ റീസണിംഗ്, എന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇൻഇക്വാലിറ്റി, ബ്ലഡ് റിലേഷൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്, ഡയറക്ഷൻ ടെസ്റ്റ്, അസേഷൻ ആൻഡ് റീസൺസ്, വെൻ ഡയഗ്രാംസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസണിംഗ് പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുകയും ചെയ്യാം. വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് റീസണിംഗ് പഠിക്കേണ്ടത് എന്നുള്ളതും ആർക്കൊക്കെയാണ് കൂടുതൽ എളുപ്പമാകുന്നത്, ഡിഫിക്കൽട്ട് ആവുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ വരുന്നത് റീസണിംഗ് ടോപ്പിക്സ് വരുന്നത് 15 മാർക്കിന്. അത് നെക്സ്റ്റ് കമ്പ്യൂട്ടർ ആൻഡ് ICT നമ്മൾ 1-2 ക്ലാസ്സുകൾ എടുത്താണ്. നമ്മൾ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഫണ്ടമെന്റൽ ഓഫ് കമ്പ്യൂട്ടർ, ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, MS ഓഫീസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, കീബോർഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂസേഴ്സ്, ഇമ്പോർട്ടന്റ് കമ്പ്യൂട്ടർ ടേംസ് ആൻഡ് അബ്രിവേഷൻസ്, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, സൈബർ സെക്യൂരിറ്റി, ഇന്റർനെറ്റ് ആൻഡ് വെബ് ബേസിക്സ് എന്ന് പറയുന്നത് ബേസിക്സ്. അതിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ടത് ICT ഇൻഫർമേഷൻ ലോസ് കേട്ടോ, IT ലോസും കൂടി ഇവിടെ നമ്മൾ പഠിക്കണം. ഇത്ര കാര്യങ്ങൾ ICT ഷുവർ ആയിട്ട് നമുക്ക് ഈ 15 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. 1 മാർക്ക് നഷ്ടപ്പെടാതെ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിച്ചു. നമ്മൾ HTTP പഠിച്ചാണ്, URL, HTTP ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്സ്. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി, അപ്രോച്ച് ഇൻ ടീച്ചിങ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണേഴ്സ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ICT ഇൻ ടീച്ചിങ്, NEP 2020. ഇത്രയും കാര്യങ്ങൾ അവിടെ വരുന്നത് 30 മാർക്കിന്. ആ 30 മാർക്ക് സിമ്പിൾ ആയിട്ട് അടിച്ചെടുക്കാൻ നമുക്ക് പറ്റും. അതിനെപ്പറ്റി ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പം ഇനി ഇതിൽ നോൺ ടീച്ചിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ ആയിട്ട് ഇവിടെ വരുന്നത് നോൺ ടീച്ചർ ടീച്ചിങ് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് വരുന്നത് നമുക്ക് അവിടെ 30 മാർക്കിന്റെ 30 മാർക്കിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാത്സ്, സിമ്പിൾ അരിത്തമെറ്റിക് പ്രോബ്ലംസ്, നമ്മുടെ ഉസാഗയും ലസാഗും ഡെസിമൽ സിസ്റ്റവും പെർസെന്റേജും ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ലാസ്റ്റ് ഗ്രേഡിൽ LDC ഒക്കെ PSC പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ചോദിക്കുന്ന പ്രത്യേകം മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു കുഞ്ഞ് EMRS എക്സാം എന്ന് പറയുന്ന ആ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 3D ആകണം. 3D ആകണം എന്ന് പറയും. 3D നിങ്ങൾ 3D ആകണം. 3D ആകണം. 3D ആവുന്ന വെച്ച് കഴിഞ്ഞാല് ഡെഡിക്കേറ്റീവ് ആവുക, അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആവുക, അതുപോലെ തന്നെ നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് അച്ചീവ് ചെയ്തുകൊണ്ട് ടയർ 1 വളരെ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുവാനും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക, മുന്നോട്ട് പോവുക. ഉറപ്പായിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതിൽ യാതൊരു സംശയമില്ല. ജൂണിൽ നിങ്ങൾക്ക് ഒരു TGT-യോ PGT-യോ ഒരു ലാബ് അറ്റൻഡോ ഒരു അക്കൗണ്ടന്റോ ഒരു ഫീമെയിൽ വാർഡനോ ഒരു എന്താ പറയാ ഹോസ്റ്റൽ വാർഡനോ ഒക്കെ ഫീമെയിൽ നേഴ്സോ ഒരു ഹോസ്റ്റൽ വാർഡനോ ഒക്കെ ആയിട്ട് മാറുവാനായിട്ട് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇതേപോലെ ഫോക്കസ് ചെയ്ത് പോയാൽ മാത്രം മതി. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. ഓക്കെ, അപ്പം കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അഡ്മിഷനെ കുറിച്ച് അറിയുന്നവർക്കും ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഓക്കെ, അപ്പം എനിവേ താങ്ക് യു.